ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യയ്ക്ക് സ്കൂളിൽ ചില ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനെയും അമ്മയും കുറിച്ചാണ് അതിൽ എഴുതേണ്ടത്. അമ്മയും അച്ഛനും ചെയ്യുന്ന കാര്യങ്ങളും അതുകൂടാതെ അച്ഛൻ്റെയും അമ്മയുടെയും രൂപവും പിന്നെ ഹോബീസും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ അമ്മയുടെ കാര്യങ്ങൾ എഴുതാൻ സത്യയ്ക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ശാലിനി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ സത്യയും ശാലിനിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അച്ഛനെക്കുറിച്ച് എഴുതുന്ന കാര്യം ആദ്യം ശാലിനിക്ക് അറിയില്ലായിരുന്നു. അമ്മ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയെക്കുറിച്ച് എഴുതിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ അടുത്തത് എഴുതാൻ അമ്മ എനിക്ക് ചില ഹെൽപ്പൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് സത്യ പറയുന്നു. അടുത്തത് അച്ഛനെക്കുറിച്ചാണ് എഴുതേണ്ടത്. അച്ഛനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അച്ഛൻ എങ്ങനെയാ അമ്മ ഇരുന്നത്? നല്ല ഉയരമുള്ള ആളായിരുന്നോ? എന്നൊക്കെ സത്യ ചോദിക്കുമ്പോൾ ശാലിനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. ശാലിനി ഓർക്കുന്നു, ഇതെങ്ങനെയാ വിഷ്ണുവേട്ടൻ്റെ അത്രയും പൊക്കം വരുമെന്ന് പറയുന്നത്? അവൾക്ക് ഇനി വല്ല സംശയം തോന്നിയാലോ? പറയമ്മേ, എൻ്റെ വിഷ്ണുവച്ചൻ്റെ അത്രയും പൊക്കം വരുമോ എന്ന് സത്യ എടുത്ത് ചോദിക്കുന്നുണ്ട്. മോളും വിഷ്ണുവച്ചൻ എന്നാണ് വിളിക്കുന്നത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഓടി ജയിച്ച ആളല്ലേ, പിന്നെ ഞാനും അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? പറയമ്മേ, വിഷ്ണുവച്ചൻ്റെ അത്രയും പൊക്കം വരുമോ എന്ന് ചോദിക്കുന്നു. വിഷ്ണുവച്ചനെ വിളിച്ച് ചോദിക്കാനായി എത്രയും പൊക്കം വരുമെന്ന്. അമ്മ ഫോണിങ് തന്നേ, ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ, എന്നിട്ട് എനിക്കത് എഴുതാനാണെന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഒരു 160 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. വീണ്ടും സത്യ ചോദിക്കുന്നു, അപ്പോൾ കളറോ എന്ന്. എൻ്റെ പൊന്നും സത്യേ, നീ ഏകദേശ രൂപ മനസ്സിൽ കണ്ടങ്ങ് എഴുത്, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അപ്പോൾ അച്ഛനെ അമ്മയും കണ്ടിട്ടില്ലേ എന്ന് സത്യ ചോദിക്കുന്നു. ശാലിനിക്ക് മറുപടിയില്ല. ഞാൻ ചോദിച്ചത് അമ്മ കേട്ടില്ലേ? അമ്മ അച്ഛനെ കണ്ടിട്ടില്ലേ എന്ന് വീണ്ടും സത്യ ചോദിക്കുന്നു. ഈശ്വര, ഇവള് ചോദിക്കുന്നതിന് ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? അറിയില്ല എന്ന് പറഞ്ഞൊഴിയാൻ സാധിക്കില്ലല്ലോ. പറയമ്മേ, എനിക്കിത് നാളെ ടീച്ചറിനെ കാണിക്കാനുള്ളതാണെന്ന് സത്യ. മോളെ, അച്ഛൻ ജോലിക്ക് പോയതിനു ശേഷം കുറേ നാളായിട്ട് ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. എന്നാൽ അമ്മ കാണുമ്പോൾ അച്ഛൻ എങ്ങനെ ഇരിക്കുമായിരുന്നു? ഞാൻ കണ്ടിട്ടുള്ള രൂപങ്ങളാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതിപ്പോൾ ആരെയാ പറയുന്നത് എന്ന് ശാലിനി പറയുമ്പോൾ സത്യ പറയുന്നു, വിഷ്ണുവച്ചനെ പോലെയാണോ എന്ന്. പൊക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞില്ലേ വിഷ്ണുവച്ചൻ്റെ അത്രയും പൊക്കം ഉണ്ടെന്ന്. രൂപം അങ്ങനെയാണെങ്കിൽ വിഷ്ണുവച്ചനെ കണ്ട് ഞാനങ്ങ് എഴുതിക്കോളാമെന്ന് സത്യ പറയുന്നു. എന്താ എഴുതിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ശാലിനി വിഷമത്തോടെയാണെങ്കിലും മൂളുകയാണ്. എൻ്റെ അച്ഛനെ എന്നെ വളരെ ഇഷ്ടമാണ്. അച്ഛനും ഞാനും കൂട്ടുകാരെ പോലെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ സാധിച്ചു തരും. ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കുന്നത് ബിഗ് ഫ്രണ്ട് എന്നാണ്. ഇത്രയൊക്കെ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ, അത് പോരാ, അത് വേണ്ട. അങ്ങനെ ഞാൻ വിളിക്കുന്നത് വിഷ്ണു അച്ഛനെ അല്ലേ, അച്ഛനെ അല്ലല്ലോ എന്ന് സത്യ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഇപ്പോൾ സത്യ ബുക്സിൽ എഴുതുന്നുണ്ട്. ഇത് കണ്ട് ശാലിനി കരയുകയാണ്. ഇതേ സമയം ശാരദാമ്മ അവിടെ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശാരദാമ്മയുടെ അരികിലേക്ക് വന്നു. സത്യമോൾക്ക് ഓരോ ദിവസം കഴിയും തോറും അച്ഛനെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടിക്കൂടി വരും. പല ചോദ്യങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞുമാറി നടക്കാനേ കഴിയൂ. അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും ചോദിക്കുന്നത് എന്നുള്ള ചിന്തയാണ് മനസ്സ് മുഴുവനും. അത് ഇനി എത്ര നാൾ കണ്ടില്ലാതെ നടിക്കാൻ പറ്റും? അവൾ വളർന്നു വരികയാണ്. അവളുടെ സംശയങ്ങൾക്കും വളർച്ചയുണ്ടാകും. ഒടുവിൽ അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരമില്ലാണ്ടെയാകും. പിന്നെ പറയുന്നതൊന്നും അവൾ വിശ്വസിക്കില്ല എന്ന് പറയുന്നു. നീ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകുന്ന കാര്യം പറഞ്ഞതല്ലോ, അത് കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, അത് പിന്നെ ആഗ്രഹിച്ചെടുത്ത തീരുമാനമല്ലല്ലോ. ഒരു ഭാഗത്ത് നിന്റെ സങ്കടം, ഒരു ഭാഗത്ത് അച്ഛനെ കാത്തിരിക്കുന്ന സത്യ, എല്ലാം കാണാനും സങ്കടപ്പെടാനും ഞാൻ. ഒന്നോർത്താൽ നീ പറഞ്ഞതാണ് ശരി. ഒരു തീരുമാനമാകാതെ ഇങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് എല്ലാം വിറ്റുപറക്കി എങ്ങോട്ടെങ്കിലും പോകുന്നതാ. പിന്നെ ഓർക്കും ഓടി ഒളിക്കാനും വേണം ഒരു യോഗം. അതിന് കഴിയാത്തവർക്ക് കണ്ണുനീര് തന്നെയാണ് ശരണം. ഈ സമയം സത്യ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ ഒരു ഫോട്ടോ കിട്ടുമോ എന്ന്. പഴയതായാലും മതി എന്ന് പറയുന്നു. അമ്മയുടെ കയ്യിലില്ല എന്ന് ശാലിനി പറയുമ്പോൾ സത്യ പറയുന്നു, അയ്യോ കഷ്ടമായി പോയി. എന്നാ പോട്ടെ, അച്ഛൻ എന്ന് വരും, അതെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. മോളെ, അത് പിന്നെ അച്ഛൻ ഒരു സ്ഥലത്ത് കോൺട്രാക്റ്റ് വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ കീഴിൽ ഒരുപാട് പണിക്കാരുണ്ട്. അച്ഛൻ അത് ഇട്ടെറിഞ്ഞു വന്നാൽ അച്ഛൻ്റെ പണിയൊക്കെ പോകില്ലേ എന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യ പറയുന്നു, അതൊന്നുമല്ല, എന്നെ ഇഷ്ടമല്ല അച്ഛന്. അച്ഛനെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തൊക്കെ ജോലി തിരക്കുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും എന്നെ കാണാൻ വരില്ലായിരുന്നോ? എല്ലാ കുട്ടികൾക്കും എന്തെല്ലാം കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ വരുന്നത് എന്നറിയാമോ? അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സങ്കടമാകുമെന്ന് സത്യ. എന്തിനാ സങ്കടപ്പെടുന്നത്? സത്യമോൾക്ക് വേണ്ടി കാശുണ്ടാക്കാനല്ലേ അച്ഛൻ പോയിരിക്കുന്നത്. ഇത് കേട്ട് സത്യ പറയുന്നു, എനിക്ക് എന്തിനാ കാശ്? എനിക്ക് കാശൊന്നും വേണ്ട. എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ മാത്രം മതി.
മോളെ ശാരദാമ്മ പറഞ്ഞത് മോളും കേട്ടതല്ലേ? അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ വരുമെന്ന് ശാലിനി പറയുമ്പോൾ തീയതി പറയാമോ? എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ച് എനിക്ക് അച്ഛനെ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് സത്യ. തുടർന്ന് ഇതേസമയം ശ്യാമ വിളിക്കുകയാണ് ശാലിനിയെ. എനിക്ക് അത്യാവശ്യമായി കുഞ്ഞേച്ചിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫോണിൽ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കുഞ്ഞേച്ചി നേരിട്ട് വരണം. കുഞ്ഞേച്ചി എവിടെ വരുമെന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു. പപ്പിയുടെ സ്കൂളിൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് ശ്യാമ. ഒരു വിധത്തിൽ സത്യ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ശാരദാമ്മ. തുടർന്ന് ഇപ്പോൾ ശ്യാമയെ കാണാൻ എത്തിയിരിക്കുകയാണ് ശാലിനി. എന്താ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ ടെൻഷനോടെ പറയുന്നുണ്ട്, കുഞ്ഞേച്ചി, നമ്മൾ ഒരാളെയും അറിയിക്കാതെ വെച്ചിരുന്ന രഹസ്യങ്ങളൊക്കെ പുറത്തു പറയേണ്ട സമയമായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ എത്രത്തോളം ഒളിപ്പിക്കുന്നോ അത്രത്തോളം എൻ്റെ കുഞ്ഞേച്ചിക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ കുഞ്ഞേച്ചിക്ക് നഷ്ടപ്പെടുകയാണ്. ഇതിന് ഞാനും ഒരു കാരണക്കാരിയാണല്ലോ എന്ന കുറ്റബോധം എന്നെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞേച്ചി, നമുക്കിത് അവസാനിപ്പിക്കാം. ഇതെല്ലാം കൂടി മനസ്സിലിട്ട് ചിന്തിച്ച് ഞാൻ ഇല്ലാണ്ടാകുമെന്ന് പറയുന്നു. എല്ലാം പറയാം, പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വന്ന് ഭവിക്കാൻ പോകുന്ന ആ ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് ശാലിനി പറയുന്നു. എൻ്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി കുഞ്ഞേച്ചി സ്വയം ഉരുകി തീരുകയാണെന്ന് എനിക്കറിയാം. ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് കുഞ്ഞേച്ചി ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥ സത്യം അതിപ്പോൾ പപ്പിയുടെ ജീവിതത്തിന് ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിന് പോറ്റമ്മയല്ല വേണ്ടത്, പെറ്റമ്മ തന്നെയാണെന്ന് ശ്യാമയെ നീ എന്താ പറയുന്നത്? എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. തുടർച്ചയായി പപ്പിമോൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ഒന്നിനു പുറകെയായി വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ജോൽസിനെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ആദ്യം നോക്കിയത് പപ്പിയുടെ ജാതകമാണ്. ജാതകവശാൽ പപ്പിക്കിപ്പോൾ കഷ്ടകാലമാണ്. അത് മാറണമെങ്കിൽ ഒരു ഹോമം ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ അത് ചെയ്യേണ്ടത് പപ്പിയുടെ അമ്മയായിരിക്കണം. എന്നാലേ പപ്പിമോളുടെ ദോഷങ്ങളൊക്കെ മാറും. പപ്പിമോളുടെ രക്ഷയ്ക്കായി നടക്കുന്ന ഈ ഹോമം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാനാണോ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു കളവ് കാണിച്ച് നടത്തേണ്ട കർമ്മമാണോ ഇത്? അമ്മ എപ്പോഴും അമ്മ തന്നെയാണ് എന്നൊക്കെ പറയുന്നു. ഇതേ സമയത്താണ് സുസ്മിത അതുവഴി പോകുന്നത്. ശ്യാമയും ശാലിനിയും സംസാരിച്ച് നിൽക്കുന്നത് സുസ്മിത കാണുന്നു. വണ്ടി നിർത്താനും പറയുന്നുണ്ട്. ശ്യാമ പറയുന്നു, അമ്മയായിട്ട് പലർക്കും വേഷം കെട്ടാം. നൊന്ത് പ്രസവിക്കുമ്പോഴുള്ള ഒരു ബന്ധമുണ്ടല്ലോ, പൊക്കിൾ കൊടിയിൽ നിന്നുണ്ടാകുന്ന ആ ബന്ധം, അതിനെ അർത്ഥം മുറിച്ച് കളയാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, കുഞ്ഞേച്ചി പപ്പിയുടെ അമ്മയെന്ന് തുറന്നു പറയാൻ സമയമായെന്ന്. ഇതേസമയം സുസ്മിത കാറിൽ നിന്നും ഇറങ്ങി. അവർ സംസാരിക്കുന്നത് മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ശാലി പറയുന്നു, മനസ്സുകൊണ്ട് ആ കർമ്മം ഏറ്റെടുത്ത് ചെയ്താൽ പോരെ? എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞാൽ ജീവിതം നശിക്കാനാണ് പോകുന്നത്, നശിക്കത്തേ ഉള്ളൂ. സത്യം പറഞ്ഞില്ലെങ്കിൽ പപ്പിയുടെ ജീവനാണ് അപകടത്തിലാകുന്നത് എന്ന് ശ്യാമ. പപ്പിക്ക് വേണ്ടിയുള്ള പൂജ ഞാൻ ചെയ്താൽ പോരെ എന്ന് ശാലിനി. സത്യം അതിനെ സമ്മതിക്കില്ല എന്ന് ശ്യാമയും. സത്യം തുറന്നു പറയുന്നതാണ് നല്ലത്. ഞാൻ കുഞ്ഞേച്ചിയെ ചതിക്കുകയല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പലവട്ടം ചോദിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണമെന്ന് ശ്യാമ. നിനക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിൽ നിന്നും ഒരാൾ പോലും ഇത് പുറത്തറിയില്ല എന്നും ശാലിനി പറയുന്നു. അത് എൻ്റെ അനുജത്തിക്ക് വേണ്ടി എന്നോട് തന്നെ പറഞ്ഞ വാക്കാണിത്. അത് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ലെന്നും സത്യാമ്മ അറിയാതെ ഞാൻ ഈ ഹോമത്തിൽ പങ്ക് കൊണ്ടോളാമെന്നും എനിക്ക് പപ്പിമോൾ തന്നെയാണ് പ്രധാനം. നിനക്ക് ഒരാപത്ത് വരാനും ഞാൻ സമ്മതിക്കില്ല എന്നും ശാലിനി പറയുന്നുണ്ട്. ധൈര്യമായിട്ടിരിക്കുക, ഹോമത്തിൽ ഞാൻ പങ്ക് കൊണ്ടോളാമെന്നും ശാലിനി. നിന്റെ കണക്കുകൂട്ടൽ ഇനി മുതൽ തെറ്റും. കാരണം എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് സുസ്മിത തന്നെയാണ്. ഒരുപാട് വിജയ ചരിത്രം മാത്രമുള്ള സുസ്മിത. അതുകൊണ്ട് തന്നെ ഇനി നിന്റെ പതനമാണ്, ഭൂമിക്ക് അടിയിലേക്കുള്ള ഒരു പതനം, എന്നേക്കുമായിട്ടുള്ള പതനം എന്നൊക്കെ സുസ്മിത ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഹോമം നടക്കുകയാണ്. അവിടേക്ക് ഇപ്പോൾ പപ്പിമോളയും കൊണ്ട് ഭാമയും ശ്യാമയും രോഹിത്തും വിഷ്ണുവും വന്നിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. കുട്ടിയുടെ അമ്മയെ ചോദിക്കുന്നു. ശ്യാമയെ ചെല്ല് എന്ന് ഭാമ. ശ്യാമ ടെൻഷനോടെ ശാലിനിയെ നോക്കുന്നു. ഇവിടെ അമ്മയുടെ പ്രാർത്ഥനയ്ക്കാണ് പ്രധാനം. മക്കൾക്ക് വേണ്ടി അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏത് ഭഗവാനാണ് അത് കേൾക്കാതിരിക്കുന്നത്? ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്നതുപോലെ തന്നെയാണ് ആ കുട്ടിയുടെ ആയുസ് നിലനിർത്തുക എന്നതും. അതിന് മാതാവിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നും അതുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്തു വരിക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭഗവാനെ, അമ്മയുടെ സ്ഥാനം മാത്രമാണ് എനിക്ക്, എൻ്റെ പപ്പിമോളെ കാത്തോണേ എന്ന് പറയുന്നുണ്ട് ശ്യാമ. ഇതേസമയം സത്യം കൊണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് ശാലിനി. ഇരുവരും പരസ്പരം കാണുന്നു. ശാലിനിയെ കാണുമ്പോഴാണ് ശ്യാമയ്ക്ക് കുറച്ച് ആശ്വാസമാകുന്നത്. പപ്പിയും സത്യയും സ്നേഹത്തോടെ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. വാ സത്യം, നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നു, ദൂരേക്കൊന്നും പോയി കളയല്ലേ, ഹോമം നടക്കുമ്പോൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാകണമെന്ന്. ശാലിനിയുടെ അരികിലേക്ക് വിഷ്ണു പോകുമ്പോൾ വിഷ്ണുവിനെ വിളിക്കുകയാണ് ഭാമ. ഇതൊരു ക്ഷേത്രമാണ്, ഇവിടെ ചില മര്യാദകളൊക്കെ ഉണ്ട് എന്നും അത് ഇവിടെ വരുന്നവർക്ക് ആരായാലും പാലിക്കേണ്ടതാണ് എന്നും പറയുന്നു. അതിന് ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇവിടെ പറയുന്നത് എന്ന് ഭാമ.
അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഇത് പപ്പിമോൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ഹോമം അല്ലേ? അതിൽ പങ്കെടുക്കാൻ പപ്പിമോളുടെ വീട്ടുകാർക്കും അവകാശമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിഷ്ണു. ഇതിനെ ഭാമയ്ക്ക് മറുപടിയില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.